പാണ്ടിക്കാട് മുൻ ജീവനക്കാരും സംഘവും തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായി ഷമീർ 24-നോട് സംസാരിച്ചു. ഗൾഫിൽ കോടതി വിധിയെ തുടർന്ന് തനിക്ക് നഷ്ടപരിഹാരം നൽകാനുള്ളവരാണ് തട്ടിക്കൊണ്ടുപോയത് എന്നാണ് ഷമീർ പറഞ്ഞത്. ഗൾഫിൽ തനിക്ക് പണം നൽകാനുള്ളവർ ഹംഷീറുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് ഷമീർ പറഞ്ഞു. ജൂലൈ 1, 2022 ഈ റീസണിൻ്റെ പുറത്താണ് അവനെ നമ്മൾ എന്ത് ചെയ്യണത്, ടെർമിനേറ്റ് ചെയ്ത് അന്നൊക്കെ അവൻ അവിടെ നിന്ന് കയറ്റി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ അതിൻ്റെ ഒരു ദേഷ്യം ഭാഗ്യമുണ്ട്. അപ്പോൾ നമ്മൾ ടെർമിനേറ്റ് ചെയ്തൊരു 5-6 ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ജോയിൻ ആയിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു ഡിമാൻഡ് അതായിരുന്നു, ഒഴിവാക്കി കൊടുക്കണം എന്നുള്ളത്. പിന്നെ ഇവർക്കൊരു എമൗണ്ട് എന്ത് ചെയ്യണം, നമ്മളെ റിലീസ് ചെയ്യണമെങ്കിൽ ഒരു എമൗണ്ട് കൊടുക്കണം എന്നുള്ള രീതിയിലും പറഞ്ഞു. ഷമീറിനെ തട്ടിക്കൊണ്ടുപോയതിൽ എന്തിന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതിലൊരു വിശദീകരണം കൂടിയാണ് ഈ ഷമീർ നൽകുന്നത്. അതായത് തന്നെ തട്ടിക്കൊണ്ടുപോകാനുള്ളൊരു കാരണം ഗൾഫിലുള്ള ഒരു കോടതി വിധിയിൽ തനിക്ക് നഷ്ടപരിഹാരമായി 2 കോടി നൽകാനുണ്ടായിരുന്നു. ഈ പണം നൽകാതിരിക്കാനാണ്, അല്ലെങ്കിൽ അതിലൊരു ഭീഷണിയുടെ സ്വരം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തട്ടിക്കൊണ്ടുപോയത്. അതിന് പിന്നിൽ അംഷീർ എന്ന തൻ്റെ മുൻ ജീവനക്കാരനായിരുന്നു. അയാളുടെ കൂടെ മറ്റുള്ളവർ കൂടി ചേർന്നുകൊണ്ടാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നടത്തിയത്. അംഷീറിനെ 3 വർഷം മുൻപ് കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതാണ്. അതിൽ വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നു. ഇയാൾ ചാവക്കാട് സ്വദേശിയാണ്. അവരും ഒപ്പം തന്നെ ആ ഗൾഫിൽ പണം നൽകാനുള്ളവരും കൂടി ചേർന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തമിഴ്നാട്ടിലേക്ക് കടത്താനായിരുന്നു ശ്രമം. കൊല്ലത്ത് നിന്ന് പോലീസ് മോചിപ്പിക്കുകയായിരുന്നു. പോലീസിന്റെ അവസരോചിതമായിട്ടുള്ള ഒരു ഇടപെടലാണ് തന്റെ ജീവൻ തിരിച്ച് ലഭിച്ചത് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഷമീർ പറയുന്നത്.